ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പൈനാപ്പിൾ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം പൈനാപ്പിൾ നന്നായിട്ട് മുറിച്ച് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി. അത്ര കട്ടിയിൽ കട്ട് ചെയ്താൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കുക്കറിലിട്ട് വിസിലടിക്കുന്ന കാരണം തൽക്കാലം ഇപ്പോൾ ഈ ഒരു വലിയ പീസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇടാം. അതിലേക്കിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചെന്ന് പറയുമ്പോൾ ഹാഫ് ടീസ്പൂണാണ് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി. മുളക് പൊടി വന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആവാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലാവണ്ട. പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് പൈനാപ്പിളിലേക്ക് മിക്സ് ചെയ്ത് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര, നമുക്ക് പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മധുരം, കുറച്ചല്ല എല്ലാവർക്കും ചിലപ്പോൾ കുറച്ചായിരിക്കില്ല, കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചിട്ടൊരു 5 വിസിൽ, ഇത് വലിയ പീസായതുകൊണ്ട് 5 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട്. ഇത് കൂടുതൽ വിസിലടിച്ചാലും വേവ് കൂടി പോകുന്നില്ല. 5 വിസിലാണ് ഇപ്പോൾ ഞാൻ അടിക്കുന്നത്. ഇതിലേക്ക് അരയ്ക്കാനുള്ള 1.5 കപ്പ് നാളികേരം, ഒരു പച്ചമുളക്, എന്നിട്ട് ഇതിലേക്ക് ഒരു 2 കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം ഹാഫ് ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കണം. വല്ലാതെ അരയണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം, കാരണം ഇത് വലിയ പീസായത് കാരണം ഇതിനൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ പൈനാപ്പിളിൻ്റെ വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കൂടുതലായിട്ട് വറ്റണ്ട, എന്നാലും ഒരു മീഡിയം ഇതിൽ വറ്റിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ല സിമ്മിലാക്കി ഞാനൊന്ന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണത്. എന്നിട്ട് നന്നായിട്ടിത് ഈ അരപ്പൊന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മുന്തിരി, ചെറിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മധുരം കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ശർക്കര ആഡ് ചെയ്യാണ്. ഇവിടെ എല്ലാവർക്കും പച്ചടിയിൽ മധുരം വേണമെന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ശർക്കര കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ, എത്ര വേണം നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് കുറുകി വരും. ശർക്കര ഉള്ളത് കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. ഇപ്പോൾ ഇത് ചൂടോടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് നമുക്ക് അടിച്ച് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തത്. അതൊന്ന് പൾസ് ചെയ്യണം, ഓവറായിട്ട് അടിക്കരുത്. എന്നിട്ടിത് ഞാനിതിൻ്റെ നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. തൈര് ചേർത്തതിന് ശേഷം ഒരിക്കലും കറി തിളപ്പിക്കരുത്, ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഓഫാക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിത് സ്റ്റവ് ഒന്ന് ഓഫാക്കും. അതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് വറവിടാൻ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളക് എടുക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തോളൂ, അതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഞാൻ എൻ്റെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിയിലേക്ക് ആഡ് ചെയ്ത് ഞാൻ അപ്പം തന്നെ കറി അടച്ച് വയ്ക്കും. ഞാൻ അപ്പോൾ ഇളക്കുന്നില്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ഇളക്കി കൊടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും സ്മെല്ലും എല്ലാം ആ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് നോക്കണം. ഇങ്ങനെയാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുന്നത്.